ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണനാണോ ഡ്രൈവ് ചെയ്ത് പോകുന്നത് എന്നൊരു സംശയം പ്രതാപന് ഉണ്ടാകുന്നുണ്ടെങ്കിലും മരിച്ചുപോയവർ എങ്ങനെയാണ് കാർ ഓടിക്കുന്നത്? ഇനി ലക്ഷ്മിയെയും അധികം വൈകാതെ അവൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടണം. അവൻ്റെ വീൽ ചെയർ തള്ളാൻ കൂടെ ഒരാൾ വേണമല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതാപനും മുത്തശ്ശിയും സന്തോഷിച്ച് പൊട്ടിച്ചിരിക്കുന്നു. പിന്നീട് കണ്ണനും മഹാലക്ഷ്മിയും അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലെത്തുന്നുണ്ട്. തുടർന്ന് അവരുടെ മുന്നിൽ കണ്ണൻ നടക്കുകയും ഇതേസമയം കണ്ണൻ്റെ കാലിനുണ്ടായിരുന്ന ആ ചെറിയ മുടന്ത് പോലും മാറി എന്നറിയുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും വളരെയധികം സന്തോഷമാവുന്നുണ്ട്. ശേഷം തോമസ് വൈദ്യനെ ഇക്കാര്യം അറിയിക്കണം, അദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് വേഗം വരാമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനും മഹിയും നേരെ തോമസ് ഡോക്ടറെ കാണാനായിട്ട് പോകുന്നു. അപ്പോൾ കണ്ണൻ്റെ മുടന്ത് മാറി എന്ന് കാണുമ്പോൾ ജയപാലനാണെങ്കിലും വളരെയധികം സന്തോഷമാവുന്നുണ്ട്. ശേഷം മഹാലക്ഷ്മിയുടെ കൈയും പിടിച്ച് പൂർണ്ണ ആരോഗ്യവാനായിട്ട് കാലുകൾ നിലത്തുറപ്പിച്ച് നടന്നു വരുന്ന കണ്ണനെ കണ്ട് ശരിക്കും മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുകയാണ് കേട്ടോ തോമസ് ഡോക്ടർ. തുടർന്ന് എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല കണ്ണ എന്ന് പറയുമ്പോൾ, എൻ്റെ മുടന്തു മാറിയ കാര്യം സാറിനെ നേരിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഫോൺ വിളിച്ചു പോലും അറിയിക്കാതെ ഞങ്ങൾ നേരിട്ട് വന്നത് എന്ന് കണ്ണൻ പറയുമ്പോൾ, ഞാൻ പോലും കണ്ണേട്ടൻ തിരിച്ചു വന്നപ്പോഴാണ് ഇക്കാര്യം അറിഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് മഹിയും വല്ലാതെ സന്തോഷിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ദൈവത്തിന് അത്രയും പ്രിയപ്പെട്ടവരായതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്ന് വൈദ്യൻ പറയുമ്പോൾ, മലയ്ക്ക് പോയ സമയത്തുണ്ടായ ഗുണ്ടാക്രമണങ്ങളെക്കുറിച്ചെല്ലാം കണ്ണൻ വൈദ്യനോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കേട്ട് വൈദ്യനും ശരിക്കും ഷോക്കാവുന്നുണ്ട്. തുടർന്ന് വൈദ്യൻ പറയുന്നുണ്ട്, അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം തൻ്റെ കൂടെയുണ്ട് കണ്ട എന്ന് പറയുമ്പോൾ, ഇനി എല്ലാ വർഷവും മുടങ്ങാതെ മാലയിട്ട് മലയ്ക്ക് പോകാനാണ് എൻ്റെ തീരുമാനമെന്നും കണ്ണൻ പറയുന്നുണ്ട്. ശേഷം ഇനിയാണ് നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത ഘട്ടം തുടങ്ങാൻ പോകുന്നത്. രണ്ടാളും എല്ലാ അർത്ഥത്തിലും ഭാര്യാഭർത്താക്കന്മാരാകാൻ പോകുന്ന ദിവസം എന്ന് വൈദ്യൻ പറയുമ്പോൾ കണ്ണനും വഹിക്കും ചെറിയൊരു നാണവും ചമ്മലും ഉണ്ടാകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾ രണ്ടുപേർക്കും ഒരു കുഞ്ഞു കൂടി ജനിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് വൈദ്യൻ പറയുമ്പോൾ, എൻ്റെയും ഇയാളുടെയും ബന്ധുക്കൾ ഞാനും മാർക്കോയും മരിച്ചു എന്നാണ് കരുതിയിരിക്കുന്നത്. ഞാൻ ഇയാളോടൊപ്പം തറവാട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അത് അവർക്ക് വലിയൊരു ഷോക്കായിരിക്കും എന്ന് കണ്ണൻ പറയുമ്പോൾ, അവർ ഞെട്ടട്ടോ. ദൈവം വിചാരിച്ചാലല്ലാതെ നിങ്ങളെ രണ്ടുപേരെയും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള സത്യം അവർ മനസ്സിലാക്കട്ടെ എന്നും വൈദ്യൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നാളുകൂടി തൻ്റെ കാലിന് സ്വാധീനം കിട്ടിയ കാര്യം അവരിൽ നിന്നും മറച്ചു വയ്ക്കണമെന്നും വൈദ്യൻ കണ്ണനോട് മഹിയോടായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ തോമസ് ഡോക്ടറോട് യാത്ര പറഞ്ഞ് കണ്ണനും മഹിയും തിരികെ അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലെത്തുന്നുണ്ട്. അപ്പോൾ മോഹിനിയും അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണൻ എല്ലാവരെയും പോലെ നടന്ന് വരുന്നത് കണ്ട് മോഹിനിയാണെങ്കിലും എന്തെന്നില്ലാതെ സന്തോഷിക്കുന്നുണ്ട്. സന്തോഷം കൊണ്ട് കണ്ണുകളൊക്കെ നിറഞ്ഞു പോകുന്നുണ്ട് മോഹിനിയുടെ. തുടർന്ന് മോഹിനി പറയുന്നുണ്ട്, മോൻ ജീവിച്ചിരിപ്പില്ല എന്ന് കരുതി കരുണയുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ പായസം വെച്ച് ആഘോഷം നടത്തി. മോൻ്റെ വീട്ടിലും അങ്ങനെ തന്നെയായിരിക്കും അവർ ആഘോഷിച്ചിട്ടുണ്ടാവുക എന്നെല്ലാം പറയുമ്പോൾ, അവരെന്ത് വേണമെങ്കിലും ചെയ്യട്ടെ അമ്മേ, കണ്ണേട്ടന് ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ, നമുക്കത് പോരെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മഹി മോഹിനിയോട്. പിന്നീട് കരുണ ഉണ്ണിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, കല്യാണത്തിന് ശേഷം ഞാൻ ഇത്രയും സന്തോഷിച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല ഉണ്ണിയേട്ടാ. പലപ്പോഴും അയാളും അവളും മരിച്ചു എന്ന് കരുതിയപ്പോൾ അവർ തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് മേക്കേട്ടനെ CI വിളിച്ചതോടുകൂടി അയാൾ മരിച്ചു എന്നുള്ള കാര്യം ഉറപ്പായി. കണ്ണേട്ടൻ മാത്രമല്ല മാർക്കോയും തീർന്നു കിട്ടിയല്ലോ. പക്ഷേ സാഗർ ഇതുവരെ മരിച്ചിട്ടില്ല, അത് മാത്രമാണ് ചെറിയൊരു പാളിച്ച സംഭവിച്ചത് എന്ന് കരുണ പറയുമ്പോൾ, അതൊക്കെ മേഘേട്ടൻ അവനെ തട്ടിക്കളഞ്ഞോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണി. എന്തായാലും നിൻ്റെ മുഖത്ത് തെളിച്ചം കണ്ടല്ലോ, നമുക്കിത് ആഘോഷിക്കണം കരുണേ, നമുക്കൊന്ന് പുറത്തു പോവാം, ഫുഡൊക്കെ കഴിച്ച് ഒരു സിനിമയൊക്കെ കണ്ട് തിരിച്ചു വന്നാൽ മതിയെന്ന് ഉണ്ണി പറയുമ്പോൾ, ഞാൻ റെഡിയാ, ഇപ്പോഴാണ് എൻ്റെ മനസ്സൊന്ന് തണുത്തത്, ഇനി നമുക്ക് ജീവിതം അടിച്ചു പൊളിക്കണം ഉണ്ണിയേട്ട എന്നും പറയുന്നുണ്ട് കേട്ടോ കരുണ. പിന്നീട് മേഘൻ പ്രതാപനോടായിട്ട് പറയുന്നുണ്ട്, പെരിനാട് പോലീസ് സ്റ്റേഷനിൽ നിന്നും CI എന്നെ വിളിച്ചപ്പോൾ ആദ്യം ഞാനൊന്ന് പതറി, പിന്നെ ആലോചിച്ചപ്പോൾ മാർക്കോയും കണ്ണനും ജീവിച്ചിരുന്നതിനേക്കാൾ വലിയ തലവേദനയൊന്നും അല്ല ഇതിൻ്റെ പേരിൽ ഉണ്ടാകാൻ പോകുന്ന പോലീസ് കേസ് എന്ന് പറയുമ്പോൾ, ഇനി നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട മേഘ, എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ വേണമെങ്കിൽ ജയിലിൽ കിടക്കാനും തയ്യാറാണ്. അത്രയ്ക്ക് ഞാനും അമ്മയും മോളും ഒക്കെ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പ്രതാപൻ പറയുമ്പോൾ, ഇനി നമ്മൾ ഒന്നേന്ന് എണ്ണി തുടങ്ങണം. മഹാലക്ഷ്മിയുടെ പതനവും കമലേശ്വരത്തെ സ്വത്ത് പങ്കുവയ്ക്കലും, അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ വെട്ടിപ്പിടിക്കണം. കമലേശ്വരം ജ്വല്ലറി എന്തായാലും എനിക്ക് വേണം. കമലേശ്വരം ഫിനാൻസിയേഴ്സും കൺസ്ട്രക്ഷൻ കമ്പനിയും തറവാടൊക്കെ ഉണ്ണിയെടുത്തോട്ടെ എന്ന് മേഘൻ പറയുമ്പോൾ, അതൊക്കെ നമുക്ക്
അതിനൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം മേഘ. ആദ്യം അവൻ്റെ ഡെഡ് ബോഡി കമലേശ്വരത്ത് വെള്ള പുതപ്പിച്ച് കൊണ്ടുവന്ന് കിടത്തോട്ടെ. എത്ര കാലമായി അങ്ങനെ ഒരു കാഴ്ച കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു. അത് കണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ മുഖം സന്തോഷിക്കുന്നത് എനിക്ക് കാണണമെന്നും പ്രതാപൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സാഗറും മഞ്ജു ആണെങ്കിൽ ബീച്ചിൽ എൻജോയ് ചെയ്ത് നിൽക്കുകയാണ്. തിരമാലകളോടൊക്കെ കളിച്ച് അവരിങ്ങനെ ആർത്തുല്ലസിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയം തന്നെയാണ് കരുണിയും ഉണ്ണിയും കൂടിയിട്ട് ബീച്ചിലേക്ക് വരുന്നത്. അപ്പോൾ ഉണ്ണിയെയും കരുണയും കണ്ട് സാഗറും മഞ്ജുവും ശരിക്കും വല്ലാതാവുന്നുണ്ട്. പക്ഷേ ഉണ്ണിയുടെയും കരുണയുടെയും കണ്ണിൽ പെടാതെ സാഗറും മഞ്ജുവും അവിടെ നിന്നും രക്ഷപ്പെടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മേഘനാണെങ്കിൽ ഒരു വാർത്ത മേഘൻ്റെ കണ്ണിൽ പെടുന്നുണ്ട്. അതായത് ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടത്തിരുന്ന സാഗർ എന്ന ചെറുപ്പക്കാരൻ മരിച്ചു എന്നുള്ളൊരു വാർത്ത മേഘൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ട് മേഘൻ പെട്ടെന്ന് തന്നെ സന്തോഷിക്കുന്നുണ്ട്. കാരണം അപ്പോൾ സാഗർ എന്ന ശല്യവും തീർന്നു കിട്ടി, ഇനിയിപ്പോൾ അവനെ കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ആലോചിച്ച് സന്തോഷിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ ആ ഒരു ഞെട്ടിക്കുന്ന കാഴ്ചയാണ് മേഘൻ കാണുന്നത്. കാരണം അത് താൻ കരുതിയതുപോലെ തൻ്റെ ആജന്മ ശത്രുവായിട്ടുള്ള സാഗരല്ല, താൻ കണ്ണനെ കൊലപ്പെടുത്താൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തുവിട്ട ഗുണ്ടയായിരുന്നു ആ സാഗർ എന്നുള്ള ഒരു കാര്യമാണ് മേഘൻ തിരിച്ചറിയുന്നത്. കാരണം അയാളുടെ ഫോട്ടോ അതിൽ ആ വാർത്തയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് ഞെട്ടിതെറിച്ച് നിൽക്കുകയാണ് കേട്ടോ മേഘൻ. അപ്പം നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്